3500ഓളം വർഷത്തെ പഴക്കമുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ലോകത്തിലെ തന്നെ വിസ്മയങ്ങളിലൊന്നാണ്. 15 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയം അതിന്റെ 12 ഗോപുരങ്ങളാലും 4500ഓളം തൂണുകളാലും ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും ഒന്ന് തൊഴുതുപോകും. ഇത്തവണ വിശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തെക്കുറിച്ചാണ്. എല്ലാ ദിവസവും രാത്രിയിൽ മീനാക്ഷി ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അവിശ്വാസികൾക്ക് പോലും കൗതുകം പകരുന്ന ഒന്നാണ്. നാമമന്ത്രങ്ങളുടെ അകമ്പടിയോടെ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് ഏറെ സുന്ദരം. വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഈ ചടങ്ങ് അരങ്ങേറുന്നത്. മീനാക്ഷി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ചിത്ര ഉത്സവം അരങ്ങേറുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ്. സുന്ദരേശനും മീനാക്ഷിയും തമ്മിലുള്ള വിവാഹമാണ് ഈ ഉത്സവത്തിലെ പ്രധാന ചടങ്ങ്. പാർവതിയുടെ അവതാരമായി ജനിച്ച മീനാക്ഷിക്ക് 3 സ്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഐതിഹ്യം. ഭാവി വരനെ ദർശിച്ചയുടൻ 3ാം സ്ഥാനം ഇല്ലാതാകുമെന്ന് ഒരു അശരീരി ഉണ്ടാവുന്നു. 64 കലകളിലും നൈപുണ്യം നേടിയ മീനാക്ഷി കൈലാസം സന്ദർശിച്ചപ്പോൾ ശിവനെ കാണാനിടയാവുന്നു. ഉടൻ 3ാം സ്ഥാനം അപ്രത്യക്ഷമാകുകയും തന്റെ വരൻ ശിവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത മീനാക്ഷിക്ക് താൻ പാർവതിയുടെ അവതാരമാണെന്ന് പിന്നീട് വെളിപാടുണ്ടാകുന്നു. മധുരയിലെ വിശ്വാസപ്രകാരം മീനാക്ഷി വിഷ്ണുവിന്റെ സഹോദരിയാണ്. മധുരയിൽ വെച്ച് വിഷ്ണുവാണ് മീനാക്ഷി സുന്ദരേശനായ ശിവന് വിവാഹം നൽകിക്കൊടുത്തത്. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്വയംഭൂ വിഗ്രഹം കണ്ടെടുത്തത് ദേവേന്ദ്രനാണെന്നാണ് ഐതിഹ്യം. ഇതേ തുടർന്ന് ശിവഭക്തനായ ഇന്ദ്രൻ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയായിരുന്നു. ഈ ക്ഷേത്രത്തിന് വർഷങ്ങളുടെ പഴക്കമുള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. പ്രാചീന കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള തമിഴ് കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുമുണ്ട്. അതാണ് ഈ വിശ്വാസം ബലപ്പെടാനുള്ള പ്രധാന കാരണവും. AD 1310 ക്ഷേത്രത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രരേഖകൾ പറയുന്നു. എന്നാൽ 14ാം നൂറ്റാണ്ടോടെ ഈ ക്ഷേത്രം പുതുക്കി പണിതു. തിരുമല നായ്ക്കർ എന്ന രാജാവാണ് ക്ഷേത്രം പുതുക്കി പണിതത്. മധുര നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് മീനാക്ഷി അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 17 ഏക്കർ സ്ഥലത്ത് പരന്നു കിടക്കുന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം. 5 കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത്. ഈ ഗോപുരത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ ഗോപുരങ്ങളാണ്. 10 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിന് മൊത്തത്തിലുള്ളത്. 52 മീറ്റർ ഉയരത്തിൽ 1559 നിർമ്മിച്ച തെക്കേ ഗോപുരമാണ് ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. മധുര രാജാവായിരുന്ന മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യൻ 1216, 1238 കാലയളവിൽ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് നിർമ്മിച്ച ഗോപുരമാണ് ഏറ്റവും പഴക്കമുള്ള ഗോപുരം. തട്ടുതട്ടായാണ് ഗോപുരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ തട്ടുകളിലും നിരവധി ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 32 സിംഹരൂപങ്ങളും 8 വെള്ളാന രൂപങ്ങളും 64 ശിവഗണങ്ങളുടെ രൂപങ്ങളും ഇവിടെ കൊത്തിവെച്ചതായിട്ട് കാണാം. ദ്രാവിഡ ശില്പകലയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രൂപങ്ങളുടെ നിർമ്മിതി എല്ലാം തന്നെയും. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് പൊൻതാമരക്കുളങ്ങളും മണ്ഡപങ്ങളും. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ വലിയ കുളമാണിത്. പൊൻതാമരക്കുളം എന്നാണ് അറിയപ്പെടുന്നത്. 165 അടി നീളവും 135 അടി വീതിയുമാണ് ഈ കുളത്തിനുള്ളത്. അതുപോലെ തന്നെ ഒരു ആകർഷണമാണ് മണ്ഡപങ്ങൾ. ക്ഷേത്രത്തിനുള്ളിൽ നിരവധി മണ്ഡപങ്ങളുണ്ട്. അഷ്ടശക്തി മണ്ഡപം, മീനാക്ഷി നായ്ക്കർ മണ്ഡപം, ഇരുട്ടുമണ്ഡപം എന്നറിയപ്പെടുന്ന മുത്തുപിള്ള മണ്ഡപം തുടങ്ങി നിരവധി മണ്ഡപങ്ങൾ ക്ഷേത്രത്തിനുണ്ട്. അതിലൊന്നാണ് 1000 കൽ മണ്ഡപം. മീനാക്ഷി ക്ഷേത്രത്തിൽ എത്തുന്നവരെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ 1000 കൽ മണ്ഡപം. 1569 നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ മണ്ഡപത്തിന് 985 കൽത്തൂണുകളാണുള്ളത്. മീനാക്ഷി അമ്മൻ കോവിലിലെ മറ്റൊരു സവിശേഷതയുള്ളത് അവിടുത്തെ വിഗ്രഹത്തിനാണ്. പരാശക്തിയുടെ അവതാരമാണെന്ന് കരുതപ്പെടുന്ന മീനാക്ഷി അമ്മനെ പച്ച നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മത്സ്യത്തിന്റെ കണ്ണുകൾ ഉള്ളതിനാലാണ് മീനാക്ഷി എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ശിവഭഗവാനെ സൂചിപ്പിക്കുന്ന സുന്ദരേശ്വര വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവലിംഗ രൂപത്തിൽ തന്നെയാണ്. മീനാക്ഷി അമ്മൻ കോവിൽ കൂടാതെ തന്നെ അനവധി ക്ഷേത്രങ്ങളുടെ ഈറ്റില്ലം കൂടെയാണ് മധുരൈ നഗരം എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് മധുര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പുണ്യ നഗരങ്ങളിൽ ഒന്നുകൂടെയാണിത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണെന്നതിന്റെ തെളിവാണ് മധുരയിലെ പല വിധത്തിലുള്ള ക്ഷേത്രങ്ങൾ. താമരയുടെ ആകൃതിയിലാണ് ഈ നഗരം നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ലോട്ടസ് സിറ്റി എന്നും അറിയപ്പെടുന്നു. വളരെ കാലം പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കൂടിയായിരുന്നു മധുര നഗരം. നിരവധി പുരാതന ക്ഷേത്രങ്ങൾ ഉള്ളതിനാൽ ഇന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് മധുര നഗരം എന്ന് പറയുന്നത്. അത് മീനാക്ഷി അമ്മൻ കോവിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തീർത്ഥാടനമല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മധുര നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നത് മധുര മീനാക്ഷി ക്ഷേത്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ 12 വർഷത്തിലും കാലാനുസൃതമായ പുനരുദ്ധാരണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ക്ഷേത്രം. ദേവതങ്ങളുടെ ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പെയിന്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ആചാരമായിട്ടാണ് ഇവിടെ നടത്തിപ്പോരുന്നത്. ക്ഷേത്രത്തിന്റെ പ്രൗഢി എത്ര കാലം കഴിഞ്ഞാലും നഷ്ടപ്പെടരുത് എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഈ ഒരു പുനരുദ്ധാരണത്തിന് പിന്നിലുണ്ട്. ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷതയാണ് അവിടുത്തെ ശില്പങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്.
33,000 ശില്പങ്ങളാണ് മീനാക്ഷി ക്ഷേത്രത്തിലുള്ളത്. വെള്ളി കൊണ്ടുള്ള ബലിപീഠത്തിൽ നിർമ്മിച്ചിരിക്കുന്ന നടരാജന്റെ വിശാലമായ ശില്പമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും കാഴ്ചക്കാരെയും ഭക്തരെയും ആകർഷിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 1000 കൽമണ്ഡപത്തൂണിലെ 1000 തൂണുകളിലും ഏകദേശം ശില്പങ്ങളെല്ലാം തന്നെയും കൊത്തിവെച്ചിരിക്കുന്നു. എല്ലാം തന്നെയും ദ്രാവിഡ ശില്പകലയുടെ ചാരുതയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. 14-ാം നൂറ്റാണ്ടിൽ മാലിക് കഫൂർ എന്ന വ്യക്തിയാൽ നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രം എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. മീനാക്ഷി ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ഘടന BC 6-ാം നൂറ്റാണ്ടിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുള്ള കൃത്യമായ തെളിവുകളുമുണ്ട്.